afternoon, everyone. Hope all you are fine. ഇന്ന് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ എമേർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്നതിലെ ചെറിയൊരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പോർഷനാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാലോ എമേർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ഏതൊക്കെയാണ്. പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഉണ്ട്, ജിറ്റ്, ജസ്റ്റ് ഇൻ ടൈം, ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ്, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, കേസൺ, അങ്ങനെ ഒരുപാട് എമേർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ഉണ്ട്. ഇതിൽ ചിലതൊക്കെ നമ്മൾ ടാർഗറ്റ് കോസ്റ്റിംഗ് അങ്ങനത്തെ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എഫിഷ്യൻസിയുടെ ഒരു ഇൻഡെക്സിനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുക. അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അയാൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് അയാളെ സംബന്ധിച്ച് അയാളുടെ പ്രൊഡക്ടിവിറ്റി. ദാറ്റ് ഈസ് ആൻ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ ഗുഡ്സ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. ഒരു ഓർഗനൈസേഷൻ്റെ കേസ് കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഓർഗനൈസേഷൻ എത്ര കണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അതാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ദാറ്റ് എബിലിറ്റി ടു പ്രൊഡ്യൂസ്, ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി. സോ നെക്സ്റ്റ് നോക്കാം, നമുക്കൊരു സിമ്പിൾ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ദാറ്റ് മെഷേഴ്സ് പ്രൊഡക്ടിവിറ്റി that measures output, that is goods and services relative to the input used to the output. എന്താ പറയണേ? നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? നമ്മുടെ മെറ്റീരിയൽ ആവാം, ലേബർ ഹവേഴ്സ് ആവാം, നമ്മുടെ മെഷീനറീസ് ആവാം, ക്യാപിറ്റൽ എംപ്ലോയിഡ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ എനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ ഓരോരോ ഇൻപുട്ടുകളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഡെക്സ് ആണ്. സോ ഇറ്റ് ഈസ് എ ഇൻഡെക്സ് ദാറ്റ് മെഷേഴ്സ് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. ഓക്കെ, so that is definition. The next step, productivity is the ratio of output divided by input. അതായത് നമ്മൾ ഇൻപുട്ട് വെച്ചിട്ട് എത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം ഡിവൈഡ് ബൈ ഗ്രോസ് എക്സ്പെൻസ്. എന്താണ്? നമ്മുടെ എക്സ്പെൻസ്, നമ്മളെ എത്ര സ്പെൻഡ് ചെയ്തു എക്സ്പെൻസ്, ആ വഴി നമുക്ക് എത്ര ഇൻകം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ സിമ്പിളായിട്ട് ഇത്ര നോക്കിയാൽ മതി, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, അതാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ, രണ്ട് ടേംസ് ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ നമുക്ക് കൺഫ്യൂസ് ആവരുത്, ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതൊരു റേഷ്യോ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ആണ്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെറ്റീരിയൽസ്, ലേബർ ഹവേഴ്സ്, മെഷീൻ ഹവേഴ്സ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒക്കെ നമ്മൾ എന്താണ്, നമ്മുടെ ഇൻപുട്സ് ആണ്. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് ഇസ് പ്രൊഡക്ടിവിറ്റി. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ ഔട്ട്പുട്ട്. അതിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷനിൽ. പക്ഷേ പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് പ്രൊഡക്ടിവിറ്റി പെർ മെഷീൻ ഹവർ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. മന്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ പെർ ഓരോ യൂണിറ്റ് ആണ്. ദെൻ മെഷീൻ ഹവേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ഷനാണ് 50,000, 57,000 ആൻഡ് 63,000. അതിന് ഓരോന്നിനെയും അതിൻ്റെ മെഷീൻ ഹവേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ മെഷീൻ ഹവേഴ്സ് യൂസ്ഡ് ആണ്. ഓക്കെ, സോ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ മെഷീൻ ഹവേഴ്സ് യൂസ്ഡ് ആണ് അവിടുത്തെ ഇക്വേഷൻ. സോ ജനുവരിയിൽ നമുക്ക് 10 യൂണിറ്റ്സ് കിട്ടും, ഫെബ്രുവരിയിൽ നമുക്ക് 9.5 യൂണിറ്റ്സ് കിട്ടും, മാർച്ചിലാകുമ്പോഴത്തേക്ക് നമുക്ക് 9 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പ്രൊഡക്ഷൻ എന്താണ്? കൂടാണ് അല്ലേ? 50, 57, 63 അങ്ങനെ പ്രൊഡക്ഷൻ കൂടാണ് ചെയ്യുന്നത്. പക്ഷേ പ്രൊഡക്ടിവിറ്റീൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി കുറയാണ്. സോ ഇവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻ അല്ലേ ഉള്ളത് രണ്ടും തമ്മിൽ. അപ്പോൾ മനസ്സിലായി, രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ വരുന്നതിൻ്റെ റേഷ്യോ ആണ്, മറ്റേ നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ പ്രൊഡക്ഷനിൽ നോക്കുമ്പോൾ. So it is clear from the above illustration that production is on the increase during the period of 3 months while productivity per machine hours has declined. Production can be further increased by increasing the productive efficiency of the productivity, അതായത് എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മുടെ മെഷീനറീൻ്റെ എഫിഷ്യൻസി കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മെഷീനറീൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരുപോലെ ആക്കാമെന്ന് പറയണേ. സോ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡസ് നോട്ട് നെസസറിലി മീൻസ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. ദെർഫോർ പ്രൊഡക്ഷൻ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് പ്രൊഡക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത്
നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടി എന്നുള്ള ഒരു മീനിങ് അവിടെ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് കോൺസെപ്റ്റ് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാം, പക്ഷേ അവിടെ 2 ഡിഫിക്കൽട്ടീസ് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? ഇൻറ്റർഡിപ്പെൻഡൻസ് ഓഫ് ഫാക്ടർ പ്രൊഡക്ടിവിറ്റീസ്. എന്താ നമുക്കറിയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി, അതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒക്കെ ഇൻറ്റർഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരു ഫാക്ടറി, ഇപ്പോൾ നമ്മളിപ്പം ലേബർ പ്രൊഡക്ടിവിറ്റി ആണ്, മേ ബി ലേബർ പ്രൊഡക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് മേ ബി അഫക്റ്റഡ് ബൈ ബാഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, പിന്നെ പുവർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടാവും, ഡിഫക്റ്റീവ് ടൂൾസ് ആൻഡ് മെഷീനറി ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഫാക്ടർ മറ്റൊരു ഫാക്ടറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ എന്താണ്? ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫാക്ടർ പ്രൊഡക്ടിവിറ്റീസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണ്? ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ആണ് അല്ലേ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിൻ്റെ മാത്രം പ്രൊഡക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് വൺ പറഞ്ഞത് എന്താണ്? ടോട്ടൽ ഓർ ഓവറോൾ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടെ ചേരുമ്പോഴല്ലേ ടോട്ടൽ ആവുക അല്ലെങ്കിൽ ഓവറോൾ ആവുക. So though it is relatively easy to measure total productivity, this measure will not be of much importance because എന്താ? Increase in productivity of one factor may be counterbalanced by the another. Okay, and the real picture cannot be obtained. ഇപ്പോൾ മെറ്റീരിയലിൽ ഒരു 1000 കൂടുതലാണ്, ലേബറിൽ ഒരു 1000 കുറവാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൗണ്ടർ ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അതിന് റിയൽ പിക്ചർ എത്രയാണ്, റിയൽ പ്രൊഡക്ടിവിറ്റി എത്രയാണ് നമുക്ക് അവിടെ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പറ്റില്ല. അപ്പോൾ ഇതാണ് 2 ഡിഫിക്കൽട്ടീസ് പറയണത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓവറോൾ പ്രൊഡക്ടിവിറ്റിയിലെ. ഓവറോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ ടോട്ടൽ ഓർ ഓവറോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇക്വേഷൻ? ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻപുട്ട്. ഇതന്നെ നമ്മൾ മോണിറ്ററി ടേംസിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്. എത്ര കണ്ട് നമുക്ക് സ്പെൻഡ്, എത്ര ചിലവ് നമുക്ക് സംഭവിച്ചു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റീസ് നോക്കാം. ഏതൊക്കെയാണ് ഫാക്ടറൽ പ്രൊഡക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് എ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഓവറോൾ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാവരും കൂടി ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒക്കെ ഓരോരോ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലേബർ പ്രൊഡക്ടിവിറ്റി, സെക്കൻഡ് വൺ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് തേർഡ് വൺ മെഷീൻ പ്രൊഡക്ടിവിറ്റി. സോ ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ എന്ന് പറഞ്ഞാൽ കാരണം ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഒരു കീ ഫാക്ടർ തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡിറ്റർമൈൻ ദ എഫിഷ്യൻസി ഓഫ് ദി ലേബർ. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എങ്ങനെ അത് മെഷർ ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ഹവേഴ്സിലും മെഷർ ചെയ്യാം, ഇൻ ടേംസ് ഓഫ് മണിയിലും നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഹവേഴ്സിലാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട് പെർ മാൻ ഹവർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്താണ്? ടോട്ടൽ മാൻ ഹവേഴ്സ് ആണ്. ഓക്കെ, ഓർ വേറൊരു ഇക്വേഷൻ, മാൻ ഹവർ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലേബർ ഹവേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. ആൻഡ് തേർഡ് വൺ, ആക്ച്വൽ ടൈം കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈമിന് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ മാൻ ഹവേഴ്സ്. അല്ലെങ്കിൽ എന്താണ്? ലോസ്റ്റ് ടൈം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലോസ്റ്റ് ടൈം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാൻ ഹവേഴ്സ് ലോസ്റ്റ് ഡിവൈഡഡ് ബൈ പോസിബിൾ മാൻ ഹവേഴ്സ് ഇൻറ്റു 100. ഓക്കെ, അത് ഇൻ ടേംസ് ഓഫ് ഹവേഴ്സിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ്, കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇനി ഇൻ ടേംസ് ഓഫ് മണി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുക? ലേബർ പ്രൊഡക്ടിവിറ്റി ഇസ് ഈക്വൽ ടു സെയിൽസ് വാല്യൂ ഓർ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇവിടെ എന്താണ് ഇൻപുട്ടായിട്ട്? നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. ഓക്കെ, സോ സെയിൽസ് വാല്യൂ ഓർ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്നായിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് വാല്യൂ, ഓർ ഇൻഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്, ഓർ ഡയറക്റ്റ് വേജസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. സോ these are in terms of hours and in terms of money. Next, material productivity. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര കണ്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാം. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഓർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡ് ബൈ പ്രൊഡക്ഷൻ കോസ്റ്റ്. അല്ലെങ്കിൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് or waste or scrap divided by total material consumed into 100. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി കാണാൻ തന്നെ 4 ഇക്വേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെഷീൻ പ്രൊഡക്ടിവിറ്റിയിലെ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിലെ ഒരു കീ ഫാക്ടറാണ് മെഷീൻ. അല്ലെ, ലേബർ പോലെ തന്നെ മറ്റൊരു കീ ഫാക്ടർ തന്നെയാണ് നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക്
മെഷീൻ്റെ ആ ഒരു വർക്കിംഗ് കൂടെ പ്രോപ്പറായി നടന്നാലേ നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ കാര്യമായിട്ടുള്ള ഇൻക്രീസസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. സോ അത് മെഷീൻ പ്രൊഡക്ടിവിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ മെഷീൻ ഹവേഴ്സ്. അതാണ് ഇവിടെ ഇൻപുട്ട്. ഓക്കെ, the activity percentage is equal to actual machine hours divided by planned machine hours into 100, or lost time percentage is equal to machine hours lost divided by possible machine hours into 100. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് മിസ്കോൺസെപ്ഷൻസ് എബൌട്ട് പ്രൊഡക്ടിവിറ്റി. എന്താണ് മിസ്കോൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ? മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കേട്ടോ. അതായത് നമുക്ക് പ്രൊഡക്ടിവിറ്റിയെ പറ്റിയിട്ട് നമുക്ക് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാവാം. അതെങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ മോർ പ്രൊഡക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുമ്പോൾ, മോർ പ്രൊഡക്റ്റീവ് എന്നുള്ള ആ ഒരു എയിം നമ്മുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കില്ലേ? അപ്പോൾ ആ മിസ്റ്റേക്സിന് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് മിസ്കോൺസെപ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇംപ്രൂവിങ് ദ പ്രൊഡക്ടിവിറ്റി. നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ള ആ ഒരു എയിമിന് പിന്നിൽ നമുക്ക് കുറേ മിസ്റ്റേക്സ് സംഭവിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം ഒരു പ്രൊഡക്ടിവിറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ് ഫോർ യു. ഓക്കെ, അതൊരു മിസ്കോൺസെപ്ഷനാണ്. ആക്ച്വലി ഇത് റൈറ്റ് ആണോ? അല്ല. അപ്പോൾ ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ് ഫോർ യു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കണം. അതായത് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല, ബ്രേക്ക് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് പറയുന്നത് എന്താ വെച്ചാൽ ടേക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്കിംഗ് യുവർ സെൽഫ് എവേ ഫ്രം യുവർ വർക്ക്. ആൻഡ് പീപ്പിൾ ഹു ബിലീവ് ഇൻ ദിസ് തിയറി ഓൾസോ ബിലീവ്സ് ദാറ്റ് വർക്കിംഗ് ദംസെൽവ്സ് എവേ ഫ്രം ദെയർ വർക്ക് മീൻസ് ലെസ് പ്രൊഡക്ടിവിറ്റി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ് ഫോർ യു എന്നുള്ള ഒരു തിയറി ബിലീവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ എന്താണ്? ലെസ് പ്രൊഡക്ടിവിറ്റി ആണ് സംഭവിക്കുക എന്നാണ്. സോ പാർട്ട് ഓഫ് ദ റീസൺ പീപ്പിൾ ഡോണ്ട് like taking break is that our world moves so quickly and we don't want to sit still. However, you need to recharge. ഓക്കെ, അതായത് നമുക്ക് ഐഡിയലായിട്ടിരിക്കരുത്, നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ടേക്കിംഗ് റെഗുലർ ബ്രേക്സ് അലോസ് യു ടു ഇനി അതിൻ്റെ ഒരു ശരിയായ വശമാണ് പറയുന്നത് കേട്ടോ. അപ്പം ശരിക്കും നമ്മൾ ബ്രേക്ക് എടുക്കണം. പക്ഷേ മിസ്കോൺസെപ്ഷനായിട്ട് എന്താ പറയുന്നത്? ഓക്കെ, നമ്മൾ ബ്രേക്ക് എടുക്കേണ്ട, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എങ്കിലേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറയണത്. പക്ഷെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? ടേക്കിംഗ് റെഗുലർ ബ്രേക്സ് അലോസ് യു ടു റീഫ്യൂവൽ, ഗെറ്റ് ഹെൽത്തിയർ ആൻഡ് സ്റ്റേ ഓൺ ഷെഡ്യൂൾ. നമുക്ക് നല്ല എനർജി ആയിട്ട് നമ്മളെപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് സ്ലീപ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉറക്കം കുറയ്ക്കണം. ഓക്കെ, എന്താണ്? മോസ്റ്റ് പീപ്പിൾ ലിവ് ഓൺ എ സ്ലീപ്പ് ഡെഫിസിറ്റ്. So insufficient people has been associated with the many car crashes, industrial disasters and medical errors. അപ്പോൾ ഉറക്കം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളും നമുക്കൊരു എനർജി ലോസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ പാർട്ട് ഓഫ് ദ പ്രോബ്ലം ഈസ് ദാറ്റ് സക്സസ്ഫുൾ ആർ പ്രൈസ്ഡ് ഫോർ ഗെറ്റിംഗ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് സ്ലീപ്പ്. അപ്പോൾ സ്ലീപ്പ് കുറവുള്ളതുകൊണ്ട് സക്സസ്ഫുള്ളായ പീപ്പിൾസും ഉണ്ടാവാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിനെ വെച്ച് നോക്കുമ്പോഴും പ്രോപ്പർ സ്ലീപ്പ് എന്താണ്? നമുക്ക് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ഓറിയൻറ്റഡ് ആവാൻ പറ്റുകയുള്ളൂ. സോ ഫ്യൂ സക്സസ്ഫുൾ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് പോസിബിൾ ടു ഡു വെൽ ഓൺ ലിറ്റിൽ സ്ലീപ്പ് ആൻഡ് ദേ ആർ എക്സെപ്ഷൻ. ഓക്കെ, നോട്ട് ദ റൂൾ. അപ്പോൾ എക്സെപ്ഷൻ കേസിൽ മാത്രം ചില ആളുകൾക്ക് ഉറക്കം കുറഞ്ഞാലും പ്രൊഡക്റ്റീവായി നിൽക്കാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിനും എങ്ങനെയാണ്? ഒരു ഗെറ്റിംഗ് ആൻ ഇൻസഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ഹാസ് ബീൻ ലിങ്ക്ഡ് ടു ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് തന്നെ അറിയാലോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ വി ഫീൽ ആഫ്റ്റർ സ്ലീപ്പിംഗ് ഫോർ 8 hours കമ്പയർഡ് ടു സ്ലീപ്പിംഗ് ഫോർ 2 hours. അപ്പോൾ പ്രോപ്പർ സ്ലീപ്പ് മസ്റ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ അതൊരു മിസ്കോൺസെപ്ഷനാണ്. ഏത്? സ്ലീപ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ബീയിങ് ബിസി ഈസ് ദ സെയിം തിങ് ആസ് ബീയിങ് പ്രൊഡക്റ്റീവ്. ഓക്കെ, നമ്മൾ ബിസി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതിന് ഈക്വൽ മീനിങ് ആണെന്നാണ് ഇവർ പറയണത്. ശരിക്കും അങ്ങനെയാണോ? അല്ല. നമ്മളെപ്പോഴും ബിസി ആണെന്ന് വെച്ചിട്ട് എപ്പോഴും അത് പ്രൊഡക്റ്റീവ് ആയിക്കോളണം എന്നില്ല. അല്ലേ? നോട്ട് എവറി ഹവർ ഇൻ യുവർ ഡേ ഈസ് ക്രിയേറ്റഡ് ഈക്വൽ. ഓൺ സം ഹവേഴ്സ് യു ആർ പ്രൊഡക്റ്റീവ്, ഡ്യൂറിങ് അതർ ഹവേഴ്സ് you may find yourself busy doing something that won't help you achieve one of your goals. എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് ആവണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ വേറെ വല്ലതിലും ഏർപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു മിസ്കോൺസെപ്ഷൻ. അടുത്തത്, മൾട്ടി ടാസ്കിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് സിൻസ് സ്ലൈസ്ഡ് ബ്രെഡ്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് എന്തൊരു ഗ്രേറ്റസ്റ്റ് തിങ് എന്നാണ് ഇവർ പറയണത്. ചില നമുക്കിപ്പോൾ ബിസി ആയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മൾട്ടി ടാസ്കിങ് എന്താണ്? നല്ല സംഭവം തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ എന്താണ്?
അത് നമുക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കോൺസിക്വൻസസ് ഉണ്ടാക്കും മൾട്ടി ടാസ്കിങ്. ബിക്കോസ് നമ്മൾ ഒരേ ടൈമിൽ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് കീ ആയിട്ടുള്ള വർക്ക്സിലൊന്നും നമുക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ എല്ലാത്തിലേക്കും കൂടെ നോക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കീ ഫാക്ടേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ നമുക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ എന്താ ഇതിൽ പറയുന്നത്, മൾട്ടി ടാസ്കിങ് ഈസ് സീൻ ആസ് എ വേ ടു സേവ് ടൈം ബൈ ഗെറ്റിംഗ് 2 or more തിങ്സ് ഡൺ അറ്റ് ദ സെയിം ടൈം. The way multitasking actually work is quite different. And multitasking your work is a way to purely do 2 things in the same amount of time it would take for you to effectively do one thing. Here is a quote that perfectly describes multitasking. ഇവിടെ പറഞ്ഞൊരു ജസ്റ്റ് ഒരു കോട്ട് പറയുന്നുണ്ട്. എന്താണ്, ഇഫ് യു ചേസ് 2 rabbits ബോത്ത് വിൽ എസ്കേപ്പ്. അല്ലേ, നമ്മൾ 2 റാബിറ്റിനും കൂടെ ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും എസ്കേപ്പ് ആയി പോകും. അപ്പം നമ്മൾ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ സ്പെഷ്യലൈസ് ആവാൻ നോക്കുക. എല്ലാതും മൾട്ടി ടാസ്കിങ് നല്ലതാണ് ചില സിറ്റുവേഷൻസിൽ. ഓക്കെ, പക്ഷെ എപ്പോഴും അത് നല്ലതായിക്കോളണം എന്നില്ല. ദെൻ എന്താണ് DIY എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് നെക്സ്റ്റ് മിസ്കോൺസെപ്ഷൻ. ഓക്കെ, DIY മീൻസ് ഡു ഇറ്റ് യുവർ സെൽഫ്. നമുക്കറിയാം നമ്മൾ എല്ലാ ജോലികളും നമ്മളിങ്ങനെ ഡു ഇറ്റ് യുവർ സെൽഫ്, നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തോളണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യാണ്, മറ്റുള്ളവർക്കും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചില കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു ബിസി വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കോർ വർക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വി ഹാവ് എംബ്രേസ്ഡ് എ DIY കൾച്ചർ. വി കോൺസ്റ്റൻ്റ്ലി ലുക്ക് ദ ലൈഫ് ഹാക്സ് ആൻഡ് വേസ് ടു ഡു തിങ്സ് ഓൺ our own. If we can save $20 by doing something alone, most of us would take up that offer. So any way to save money and embrace the DIY culture. So it's funny that we embrace the DIY culture even though the most successful people are not the DIY types. അല്ലേ, സക്സസ്ഫുൾ പീപ്പിൾസ് ഒന്നും എല്ലാവരും DIY കൾച്ചർ ഫോളോ ചെയ്തിരുന്നവരല്ല. മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഹാവ് എ ടീം ബിഹൈൻഡ് ദം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണതും നമ്മൾ പറയില്ലേ യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, എസ്പിരിറ്റ് ടു ഡി കോപ്സ്. ഓക്കെ, അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് സെൽഫായിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു യൂണിറ്റി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് മാനറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയണം. നോക്കൂ, ടിം കുക്ക് അലോൺ കനോട്ട് കീപ് ആപ്പിൾ ഇൻ ബിസിനസ്. ഹി നീഡ്സ് എംപ്ലോയീസ് ഇൻ ദ സ്റ്റോഴ്സ്, പ്രൊഡക്റ്റ് ക്രിയേഷൻ ടീംസ് ആൻഡ് പീപ്പിൾ ടു ഷിപ്പ് ഔട്ട് ദ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിലൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മിസ്കോൺസെപ്ഷനാണ് ഈ DIY ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. Okay, and the most successful people don't live in the DIY culture. So why do so many of us live in that culture without productivity? If you outsource some of your work to other people, you will have more time to do other things. നമ്മൾ നേരത്തെ പറഞ്ഞു, ഔട്ട്സോഴ്സ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ആണ്. എന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, when the output in relation to input is expressed mathematically, it is called a productivity index. That is the ability of a firm to produce output. Okay, അതാണ് സിംപ്ലി എന്താണ് എബിലിറ്റി ഓഫ് ദ ഫേം ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. നമ്മൾ പ്രൊഡക്ടിവിറ്റി പറഞ്ഞില്ലേ, സെയിം ആണ്. ഇനി നോക്കുക, പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹയർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അതായത് നമ്മുടെ ഇൻഡെക്സ് ഓഫ് പ്രോഗ്രസ് ആണത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ പ്രൊഡക്ടിവിറ്റി ആണ്, അത് നമ്മുടെ ഫേമിന് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്, നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിലോ നമ്മളെ ലോവർ പ്രൊഡക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പ്രൊഡക്ടിവിറ്റി ഇൻഡെക്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഗ്രേറ്റർ ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അത്. ഓക്കെ, ഈ ഒരു ഇൻഡെക്സ് ഈ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പ്രൊഡക്ടിവിറ്റി റേഷ്യോ. പ്രൊഡക്ടിവിറ്റി റേഷ്യോയും ഇത് തന്നെയാണ് പറയണത്. എന്താണ്, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ, ഈ ഒരു പിക്ചർ നോക്കുക, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, അതാണ് പ്രൊഡക്ടിവിറ്റി റേഷ്യോ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ പേഴ്സൺ, മെഷീൻ, ബിസിനസ് ഓർ ഇൻഡസ്ട്രി, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താണ്, വാട്ട് ഈസ് പുട്ട് ഇൻ ടു എ പ്രോസസ്, സിസ്റ്റം ഓർ ബിസിനസ്. അപ്പോൾ വാട്ട് ഈസ് പുട്ട് എന്നത് ഇൻപുട്ടും
എമൗണ്ട് പ്രൊഡ്യൂസ്ഡ് ആണ് ഔട്ട്പുട്ടും. ഓക്കെ, സോ അതാണ് പറയണത് ഇതിൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് ആൻഡ് താങ്ക് യു.